തിരുവനന്തപുരം എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിനായി താരപ്രചാരകരെ കളത്തിലിറക്കി ബി.ജെ.പി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രാജീവിനായി കേന്ദ്രത്തിൽ നിന്ന് ഇനിയും പ്രമുഖർ എത്തുമെന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. അതേസമയം തരൂരിനും പന്നിനും വേണ്ടി ആരെല്ലാം കളത്തിലിറങ്ങുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് തലസ്ഥാനവാസികൾ. ആഞ്ഞുപിടിച്ചാൽ കൂടെ പോരുമെന്ന ഉറപ്പിലാണ് ബി.ജെ.പിയുടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ. കേന്ദ്രമന്ത്രി കൂടിയായ സ്ഥാനാർത്ഥിക്കായി കേന്ദ്രമന്ത്രിമാർ തന്നെ കളത്തിലിറങ്ങി കളി തുടങ്ങി. ആദ്യമെത്തിയത് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ. സ്ഥാനാർത്ഥിക്കൊപ്പം തലസ്ഥാനത്തെ സാമ്പത്തിക പ്രമുഖരെ കണ്ട് സംവദിച്ചു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഉദ്ഘാടനം ചെയ്തു. രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിച്ചാൽ മോദിയുടെ ഇടപെടൽ കേരളത്തിൽ നേരിട്ട് ലഭിക്കുമെന്നാണ് വാഗ്ദാനം. പാർലമെന്റില് நீங்க இருந்து ஆப்போசிஷன்ல உட்கார்றதுக்கு ஆள் வேண்டாம். நம்மளுக்கு அங்க மோடி பிரைம் மினிஸ்டரோட உட்கார்ந்து கவுன்சில் ஆஃப் மினிஸ்டர்ஸ்ல இருக்கக்கூடிய மினிஸ்டரே இங்க கண்டெஸ்ட் பண்ண வந்திருக்காரு. அந்த மினிஸ்டருக்கு நம்ம சப்போர்ட் பண்ணி ஜெயிக்க வச்சா திருவனந்தபுரம் டைரக்டா பிரைம் மினிஸ்டர் மோடியோட பாலிசி மேக்கிங்ல இருக்கும். இந்த ஊர் குரல் அங்க வரும். രാജീവ് ചന്ദ്രശേഖറിനായി ഇനിയും കേന്ദ്രമന്ത്രിമാർ എത്തുമെന്നാണ് ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. ബി.ജെ.പി ആഞ്ഞുപിടിക്കുമ്പോൾ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കായും കേന്ദ്ര നേതാക്കൾ കളത്തിലിറങ്ങുമോ എന്നാണ് ഇനി കാണേണ്ടത്. ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ എത്തുമോ എന്നും ചോദ്യമുയരുന്നു. ഒപ്പം LDF സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന് വേണ്ടി ഏതൊക്കെ കേന്ദ്ര നേതാക്കൾ തലസ്ഥാനത്തെത്തുമെന്നും കണ്ടറിയണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.